കനേഡിയൻ മലയാളിയുടെ ശബ്ദത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വ്യക്തി കാനഡയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഒന്നല്ല, രണ്ട് പ്രസ്ഥാനത്തിൻ്റെ ഉടമയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വേറെ ആരുമല്ല, മിസ്റ്റർ മുരളി പണിക്കരയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഓണറാണ്. നമുക്ക് അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. കനേഡിയൻ മലയാളിയുടെ ശബ്ദത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. താങ്ക് യു. താങ്ക് യു. മുരളി ഭായ്, എന്ത് ആണ് ഇങ്ങനൊരു ക്ലിനിക്ക് തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ? ഓക്കെ, 2012 ഞാൻ കാനഡയിൽ വന്നത്. അതിന് മുമ്പേ ഏകദേശം 15 വർഷം കൺസൾട്ടൻറ്റ് ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു. കാനഡയിൽ വന്നു, ആസ് എ ഫിസിയോതെറാപ്പിസ്റ്റ് സ്കിൽഡ് വർക്കറായിട്ട് വന്നു. ഇവിടെ ക്രെഡൻഷ്യലിങ്ങിന് കുറച്ച് സമയം പിടിച്ചു. ദെൻ ഐ സ്റ്റാർട്ടഡ് പർസ്യൂയിങ് RMT ബിക്കോസ് ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നുകൊണ്ട്. ദെൻ ഐ വർക്ക്ഡ് ഇൻ ക്ലിനിക്സ് ഫോർ അബൌട്ട് 2 years and build up a good client base. So there were lots of clients coming from Georgetown to me saying there is not a good clinic over there, that's why they are coming. So adende oru inspiration aayirunnu. Okay, then after having such a good clientele, why I will not start my own? But as a physiotherapy, having physiotherapy background also, my dream was to set up a complete care clinic, meaning physiotherapy, all paramedic services under one roof, so that people don't have to shop around for services. അങ്ങനെയാണ് ഈ കൺസെപ്റ്റ് വന്നതും. നല്ലൊരു ടീമാണ് ഇങ്ങനത്തെ ഉള്ള ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ ബാക്ക് ബോൺ. സോ ടു സെറ്റപ്പ് എ ടീം അതിന് സമയമെടുക്കും. സോ ഐ ടുക്ക് ഓൾമോസ്റ്റ് ഓവർ 6 months ടു റിക്രൂട്ട് മൈ ടീം. ആൻഡ് ഇപ്പോഴും എൻ്റെ അടുത്ത് ഫ്രം ഡേ 1 തൊട്ടിട്ടുള്ള തെറാപ്പിസ്റ്റുകളുണ്ട്. 3 തെറാപ്പിസ്റ്റുകൾ ഇപ്പോഴും എൻ്റെ ഒപ്പം തന്നെയുണ്ട് ഫ്രം ഡേ 1. 2 പേര് മാത്രമേ വിട്ടുപോയിട്ടുള്ളൂ. ദാറ്റ് ഓൾസോ ദേ മൂവ്ഡ് ഔട്ട് ഓഫ് പ്രൊവിൻസ്. സോ ആൻഡ് മൈ മീൻസ് ഇത് എൻ്റെ മാത്രം സക്സസ് അല്ല, സക്സസ് ഓൾവേസ് ഗോസ് ടു ദ ടീം വർക്ക്. സോ എൻ്റെ സക്സസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ടീമാണ്, ഡെഡിക്കേറ്റഡ് ടീം. പ്ലസ് എൻ്റെ ഇൻസ്ട്രക്ഷൻ ടു ദ ക്ലയൻറ്റ്, ഐ നെവർ ബോദർ ഓർ ഗെറ്റ് ഇൻ ടു ദെയർ ദ ഫീൽഡ് ഓഫ് എക്സ്പെർട്ടൈസ്. ഐ ലീവ് ദം ദ ഫ്രീഡം to assess, diagnose and take the quality time for the treatment. Why? Because every single plaza you will find small and medium size or bigger physiotherapy or the paramedic service clinic. That's so yeah. So the thing is, everybody is using the same kind of machinery, same kind of services, same regulated professionals. So the only cut mark here is like, okay, how you can be different from others. Okay, that is only, it is possible only by giving quality care. How we are different from others. So I focused on that. My instruction to my team was like, never look at the clock and treat. So the patients, they started feeling they were more comfortable, and the family atmosphere in the other clinic, it was going good. And I had lots of clients coming from Brampton actually. Okay, yeah. Then later the time came, like, meaning citing the traveling distance. Some of them, they stopped coming, or they were not that regular. So here my intention was, and the plan was to start something in the middle. അങ്ങനെയാണ് സെക്കൻഡ് എൻഡിലേക്ക് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്ത ബ്രാംപ്ടണിൽ. അതെ, അതായിരുന്നു എൻ്റെ കാരണം. ഐ വാസ് ലുക്കിംഗ് ഫോർ എ ഗുഡ് ലൊക്കേഷൻ വേർ കമ്മ്യൂട്ട് ഈസ് പോസിബിൾ, പാർക്കിംഗ് ഈസ് പോസിബിൾ, സോ ദാറ്റ് മൈ ക്ലയൻറ്റ്സ് ദേ വിൽ നോട്ട് ഹാവ് എനി പ്രോബ്ലം ഫോർ കമ്മ്യൂട്ടിംഗ് ആസ് വെൽ ആസ് ഫോർ ദ പാർക്കിംഗ്. Plus, and luckily I found this particular plaza in 80 Maritime Ontario Boulevard, in the center of the city. And I like the location, and I moved here with another name, and meaning hired new team here. Again my focus was to hire and build up a good team. Though it took time, now we are all good, and my clients initially from the Brampton, the earlier clients was not, they started coming, and the word of mouth spreaded. Yeah, so we are going good so far. Okay.
എന്തായാലും ഞാൻ ചോദിക്കേണ്ട പല ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ വന്നു. അതായത് എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് രണ്ടാമതൊരു പ്രസ്ഥാനം തുടങ്ങണമെങ്കിൽ അത് ക്ലയൻറ്റിൻ്റെ സന്തോഷം കൊണ്ടായിരിക്കും, അല്ലെ അവർ പറഞ്ഞിട്ടായിരിക്കാം തുടങ്ങുന്നത്. അതിൻ്റെ ആൻസർ ഓൾറെഡി എൻ്റെ കയ്യിൽ കിട്ടി. നമുക്ക് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അതിലേക്ക് പോകുന്നു. തീർച്ചയായും. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഈ ക്ലിനിക്കിൽ ചെയ്യുന്നത്? ഇപ്പോൾ എല്ലാം ഒരു കുടക്കീഴിലാക്കുക എന്നുള്ള രീതിയിലാണ് മുരളി ഭായ് പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ ഇവിടെ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ക്ലിനിക്കിൽ? ഇപ്പോൾ രണ്ടിടത്തും വ്യത്യസ്തമായിട്ടാണോ ചെയ്യുന്നത്, അതെയോ രണ്ടിടത്തും ഒരുപോലെയാണോ പോകുന്നത്? So it's almost the same. As I said, it's all about the customer satisfaction. So we do have physiotherapists, that also various streams like various specializations, sports physio, renal physio, and acupuncturist, registered massage therapist. We do have male and female so that we can make clients comfortable. There will be people asking for female, especially female clients. They are more comfortable with the female therapist. Yeah. So we do have that. And the chiropractor, that also we have male and female as well. Physiotherapist also, plus the dietitian is their own call. We had osteopath. So all these things are considered under paramedic services. So when they are coming in and the cross referral happens, so meaning if the massage therapist or the physiotherapist is asking for some other expert opinion, they don't have to depend or go to some other clinic for the particular services when you have the facility over here. And when it happens in under one roof, you know, the interaction and the communication is more transparent, and it's very helpful for the clients. ഓക്കെ ബൈ, അതായത് ഇവിടെ ഞാൻ വന്നപ്പോൾ പലതവണ ഞാൻ വന്നു ഇവിടെ. അപ്പോൾ ഇവിടുത്തെ ക്ലയൻസ് എന്ന് പറയുന്നത് മലയാളികളെ കണ്ട് മറ്റ് പല കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ കാണാൻ പറ്റി. ഈ ക്ലയൻസ് എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഇപ്പോൾ ഓൾറെഡി ആദ്യം സ്റ്റാർട്ട് ചെയ്തെടുത്തുന്ന കുറേ ക്ലയൻസ് ഉണ്ട്. ഇത് ക്ലയൻസ് റെഫറൽ വരുന്നതാണോ, അതെയോ ഇങ്ങനെ ഇത് ഓപ്പൺ ചെയ്ത് ഇത് കണ്ട് പരസ്യമൊക്കെ കണ്ടു വരുന്നതാണോ, അതെങ്ങനെയാണ്? ഓക്കെ, ഹിയർ ദ തിങ് ഈസ്, ഇവിടെയാണ് നമ്മുടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം നമ്മുടെ സക്സസ് വരുന്നത്. തീർച്ചയായും. മോസ്റ്റ്ലി ഇറ്റ് ഈസ് ത്രൂ വേർഡ് ഓഫ് മൗത്ത്. ഓക്കെ. ഇപ്പോൾ അത് ഏത് കമ്മ്യൂണിറ്റി ആവണമെന്നില്ല. ഇപ്പോൾ സപ്പോസ് ഒരു മലയാളി ഒരു കേരളയിട്ട് വന്നു, പക്ഷെ അവരുടെ ഫ്രണ്ട്സ് കാണും നോർത്ത് ഇന്ത്യൻസും മറ്റുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും. ദ വേർഡ് ഓഫ് മൗത്ത്, ഓക്കെ ഐ വെന്റ് ദർ ആൻഡ് ഐ ആം ക്വൈറ്റ് ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ ഔട്ട്കം ഓഫ് ദ ട്രീറ്റ്മെന്റ്. So they will definitely refer, and especially now in Brampton, it's a multicultural city. തീർച്ചയായും. So we are getting it, and the word of mouth that spreads, and I'm quite happy actually that way. Why? Because you know we are catering to the needs of basically as a society more than the community is the society. So yeah, that is it. I'm quite happy with that actually. Okay. ബൈ, അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റൻ ആണ്. കാരണം ഇതിൻ്റെ ഓപ്പണിംഗ് ഡേ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇവിടുത്തെ കമ്മ്യൂണിറ്റിയിലെ മലയാളികളും അല്ലാത്ത എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു. കമ്മ്യൂണിറ്റിയിലെ പല പ്രമുഖരായ ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ആയിട്ട് എങ്ങനെയാണ് ബൈയുടെ ബന്ധങ്ങൾ? ഓക്കെ, well, I'm fortunate to have very good friends from the community, you know, through which okay, let me put it in this way, like, you know, a good networking of people, okay, and help-minded people. They wanted to help to grow the business, okay, they wanted to reach, you know, such services to reach out to the community. So lucky to have the Honorable Mayor of Brampton. He opened the doors of our Brampton clinic to the community. And it was also witnessed by local MPs, MPPs, well-wishers from the community. And yeah, lots of friends and relatives also were here to witness that. Though it was a horrible, you know, the winter storm on that day. ശരിയാണ്. അന്നാണ് ശരിക്കും കാനഡയിൽ ആ 2023 ഏറ്റവും വലിയ സ്നോ പെയ്ത, അല്ലേ? അന്ന് വെച്ച് ആ ദിവസം തന്നെ പല പ്രമുഖരെല്ലാം മാറ്റിവെച്ചു. പക്ഷെ സർപ്രൈസ് ആയിട്ടാണ് ഇവരെല്ലാം വന്നത്. അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വന്ന് നിങ്ങളോടുള്ള ആ സമീപനവും കാര്യങ്ങളും ഒക്കെ എന്തായാലും കീപ് ഇറ്റ് അപ്പ്, മുന്നോട്ട് ഇതും കൊണ്ടുപോകണം. Yeah, around I woke up around 3 o'clock in the morning. You know, the size of snow and whatever, meaning I was unable to move my car out.
So it took almost a couple of hours to clear the snow. Then my friend and brother, Mr. Baljit, called me saying, okay, is it still we are okay to go? And I said, yeah, confident so far. So yeah, by the time I reached the clinic area, I mean, it was all clean, luckily, and everybody was here. That's it. Grace of God. അതുപോലെ ഈ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയ സമയമുണ്ടല്ലോ, ഇപ്പോൾ ഒരു മലയാളിയുടെ ഒരു ബിസിനസ് എന്ന രീതിയിൽ, കാരണം നമ്മൾ ഒരുപാട് ആലോചിക്കും, ഒരുപാട് ചിന്തിച്ചതിന് ശേഷം വേണം ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇത്ര ഈസി ആയിട്ട് ഫസ്റ്റ് ചോയ്സ് അങ്ങോട്ട് കൊടുത്തത്? വേണമെങ്കിൽ സ്കാർബോ എടുക്കായിരുന്നു, ബ്രാംപ്ടൺ എടുക്കായിരുന്നു, മിസിസാഗ എടുക്കായിരുന്നു, എന്തുകൊണ്ടായിരിക്കും ആ ഒരു ഏരിയ ചൂസ് ചെയ്തത്? ഓക്കെ, സോ ആസ് ഐ മെൻഷൻ, നമ്മുടെ ആദ്യത്തെ ലൊക്കേഷൻ ജോർജ് ടൗണിലാണ്. സോ ജോർജ് ടൗണിലേക്ക് കമ്മ്യൂട്ട് ചെയ്യുന്ന കുറേ ക്ലയൻസ് ദ കമ്മിങ് ഫ്രം ബ്രാംപ്ടൺ. സോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുമ്പോൾ കുറേ പേര് അവർ സ്ലോ ഡൗൺ ചെയ്തു വരുന്ന അപ്പോയിൻമെൻറ്റ്സ് ഒന്നെല്ലാം. സോ ഐ തോട്ട് ഓക്കെ, ലെറ്റ് മീ ഹാവ് എ പ്ലേസ് സംവർ ഇൻ ദ മിഡിൽ. സോ ദാറ്റ്സ് വൈ ബ്രാംപ്ടൺ വാസ് ദ ബെസ്റ്റ് ബെറ്റ്. തീർച്ചയായും. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, നമ്മളിപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യം പറഞ്ഞാൽ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ലൊക്കേഷനൊക്കെയാണ്. എന്തായിരിക്കും ഈ ബിസിനസ് തുടങ്ങിയ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പിന്നെ യെസ്, കോമ്പറ്റീഷൻ, ബട്ട് യു നോ ഐ ലൈക്ക് ഇറ്റ്. കാരണം കോമ്പറ്റീഷൻ ഓൺലി ഇംപ്രൂവ്സ് the nature of services, you know. So yeah, I like it, and that is everywhere actually, okay, in all fields. അപ്പം മുരളി ഭായി, ഇപ്പം ഇവിടെ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ ഇൻഷുറൻസ് ആയിട്ടാണ് എല്ലാവരും എല്ലാം തെറാപ്പി എല്ലാം എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് എല്ലാ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ അതൊന്ന് പറയാമോ? എങ്ങനെയാണ് നമ്മുടെ പ്രഷർക്ക് ഉപകാരപ്പെടുമല്ലോ? അതുപോലെ സ്റ്റുഡൻസ്, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്, സീനിയർ സിറ്റിസൺ, എങ്ങനെ എന്തെങ്കിലും ഡിഫറൻസോ എന്തെങ്കിലും ഉണ്ടോ, വ്യത്യാസങ്ങൾ? സോ തീർച്ചയായും ഈ ഇപ്പം നമ്മുടെ ഇതേപോലുള്ള മോസ്റ്റ് ഓഫ് ദ പാരാമെഡിക്കൽ സർവീസസ് അത് ഇൻഷുറൻസ് കവേർഡാണ്, അത് എക്സ്റ്റൻഡഡ് ഹെൽത്ത് കെയർ കവേർഡാണ്. നമ്മളിവിടെ OHIP കവേർഡായിട്ടുള്ള ഫിസിയോതെറാപ്പി ക്ലിനിക്സ് ഉണ്ട്. സോ നമ്മളിവിടെ OHIP ചെയ്യുന്നില്ല, പക്ഷേ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഇൻഷുറൻസ് കമ്പനിയും നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട് ഡയറക്റ്റ് ബില്ലിംഗ്. സോ ദാറ്റ് ദ ക്ലയൻസ് ആർ മോർ കംഫർട്ടബിൾ ദാറ്റ് വേ, ദേ ഡോണ്ട് ഹാവ് ടു പേ അപ്പ് ഫ്രണ്ട്. Generally only they will be paying the difference in case if it is not covered by the insurance. Okay. രണ്ടാമത് ആദ്യം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ആദ്യം കവറേജ് ഉണ്ടായിരുന്നില്ല. സോ ദേ വർ സ്ട്രഗ്ലിംഗ് ആക്ച്വലി, ബട്ട് നൗ മോസ്റ്റ് ഓഫ് ദ കോളേജസ് ആൻഡ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദേ സ്റ്റാർട്ടഡ് ഗിവിംഗ് ദം ദ കവറേജ് ആസ് വെൽ. സോ ദ ബേസിക് റിക്വയർമെൻറ്റ്സ് വിൽ ബി മെറ്റ്. പ്ലസ് സീനിയർ സിറ്റിസൺസിന് നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട്, യു നോ, പേയിങ് റെസ്പെക്ട് ടു ദം ഓൾസോ. ഓക്കെ. Okay, for their contribution also to the society and all those things. There are lots of things, you know, pertaining to that. So that is internal or whatever you can say. But yes, we do appreciate them and we do respect them by giving discounts. ഓക്കെ. അപ്പം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസും അങ്ങനെയുള്ളവരൊക്കെ ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ടും മുരളിഭായിയുടെ ക്ലിനിക്കിൽ വന്നാൽ മതി. ഒന്ന് നല്ലൊരു, ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും. അവിടെ ഒരു ഓണറോ അല്ലെങ്കിൽ ഒരു സാറോ അങ്ങനത്തെ ഒന്നുമല്ല, നാട്ടിലെ രീതികളൊന്നുമല്ല. സിമ്പിൾ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ഒരു വില്ലനെ പോലെയൊക്കെ നമുക്ക് മുഖത്ത് തോന്നിയാലും സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു സിമ്പിൾ മൈൻഡിൽ തന്നെ വന്ന് പരിചയപ്പെട്ടാൽ മതി. എല്ലാവരുമായിട്ട് നല്ല, അതുപോലെ കമ്മ്യൂണിറ്റിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. With more than 25 years of experience in dentistry, St. Joseph Dental Clinic. Well-experienced staff. New patients are welcome. All insurance adaptable. 2550 Victoria Park Avenue, North York, intersection Victoria Park Avenue and Shepherd Avenue East. St. Joseph Dental Clinic. St. Joseph Dental Clinic. നോളജും എക്സ്പീരിയൻസും ഒന്നു ചേരുമ്പോൾ അത് ഒരു വിശ്വസ്ത സ്ഥാപനമായി മാറും. 100% വിശ്വസിക്കാം. ഓക്കെ റിഗാൻ ഓട്ടോമോട്ടീവ്സ്.
നാട്ടിലെ രുചി തേടി നമുക്ക് മറ്റെങ്ങും അലയണ്ട. നമുക്ക് റോയൽ കേരള ഉണ്ടല്ലോ. റോയൽ കേരള ഫുഡ്, കാനഡയിലെ കേരളം, 1840 എൽസ്മേർ റോഡ്, സ്കാർബ്രോ. എങ്ങനെയാണ് കമ്മ്യൂണിറ്റിയിൽ ബൈയുടെ പ്രവർത്തനങ്ങളൊക്കെ? See, it's a part and parcel of business anyway. So not into commercialization, but you need to give a portion out, giving away, giving out for the good cause. തീർച്ചയായും. That's the way it works. അതേപോലെ it's a friendly clinic. You can feel like family away. It's another home. തീർച്ചയായും. That's it. അല്ല, നമ്മൾ കമ്മ്യൂണിറ്റിയോട് അടുത്ത് നിൽക്കുമ്പം കമ്മ്യൂണിറ്റി എന്തായാലും നമ്മളോട് ചേർന്ന് നിൽക്കും. അത് നല്ലൊരു കാര്യമാണ്. അതിനകത്തൊരു ബിസിനസ് മൈൻഡ് അല്ല, അത് ചിലപ്പോൾ അത് ബിസിനസ് മൈൻഡായിട്ട് ആൾക്കാർ തെറ്റിദ്ധരിക്കാം. പക്ഷേ നമ്മളെ ഇഷ്ടപ്പെടുന്നവര് നമ്മളെ ഇഷ്ടപ്പെടൂല്ലോ, സ്വാഭാവികം. It is simple. Giving back to the society. തീർച്ചയായും. Simple as it. എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ഇപ്പം നിലവിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്? So basic equipments കൂടാതെ means low density laser ഉണ്ട്. അതും ഇപ്പോൾ most of the clinics they have it. But at the top of line, shockwave therapy. It's the last word in the line of treatment for lot of conditions like tennis elbow, golfer's elbow, jumper's knee, plantar fasciitis. ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നാണ് ആൾക്കാർ കൂടുതലായിട്ട് സഫർ ചെയ്യുന്നതും. പക്ഷേ ഇതതിൻ്റെ ഈ ഒരു മെഷീൻ എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ ലാസ്റ്റ് വേർഡ് ഫോർ മോസ്റ്റ് ഓഫ് ദോസ് കണ്ടീഷൻസ്. പ്ലസ് നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന പ്രൊവൈഡേഴ്സ് അവർ ആക്ച്വലി അക്യുപഞ്ചർ സർട്ടിഫൈഡ് കൂടിയാണ്. സോ ദേ കൻ ഇൻകോർപ്പറേറ്റ് അക്യുപഞ്ചർ അലോങ് വിത്ത് ദെയർ റെസ്പെക്റ്റീവ് ഫീൽഡ് ലൈക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് ആയാലും മസാജ് തെറാപ്പിസ്റ്റ് ആയാലും, സോ ദാറ്റ് പേഷ്യൻസ് ആർ ഓൾസോ കംഫർട്ടബിൾ, മീനിങ് ദേ ഡോണ്ട് ഹാവ് ടു ഗോ ഫോർ എ സെപ്പറേറ്റ് അക്യുപഞ്ചർ സെഷൻ and where it is getting incorporated with their massage therapy or physiotherapy session or even with the chiropractor. So it's kind of a 2-in-1 benefits altogether. അതുപോലെ ഈ ക്യൂരിയോസിറ്റിക്കാണ് ചിലപ്പോൾ എൻ്റെ ഒരു മാഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും കേൾക്കുന്നവർക്കും. ഈ വേരിക്കോസ് വെയിൻ എന്തെങ്കിലും പെയിൻ റിലീഫ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ ഫിസിയോയിൽ? വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സർജിക്കൽ ഇൻ്റർവെൻഷൻ ആണ് അതിന് മെയിനായിട്ട്. പക്ഷെ നമുക്ക് അതിന് ചെയ്യാൻ പറ്റാവുന്ന പറഞ്ഞാൽ പ്രിവെൻഷനാണ്. ലൈക്ക് റെക്കമെൻഡിങ് ദ കംപ്രഷൻ സ്റ്റോക്കിങ്സ്, മെഡിക്കലി റെക്കമെൻഡഡ് പ്രഷർ. ഓക്കെ, ഇത് നമ്മൾ റെക്കമെൻഡ് ചെയ്യാം. പിന്നെ പെയിൻ റിലീഫിനാണ് നമ്മൾ വലിയ ഫിസിയോ ഇതായിട്ട് ഉപയോഗിക്കുന്നത്. ബട്ട് ദർ ഇസ് നോ എനി പെർമനൻറ്റ് റിലീഫ് ഇൻ വെരിക്കോസ് വെയിൻ. ഇറ്റ്സ് എ സർജിക്കൽ ഇൻ്റർവെൻഷൻ ഇസ് റിക്വയർഡ് മോസ്റ്റ് ഓഫ് ദ കേസസ്. ബട്ട് വി ക്യാൻ prevent the further deterioration of the condition by recommending compression stockings and giving physiotherapy treatment. ഓക്കെ, ഇത് ചോദിക്കാനുള്ള കാരണം ഇപ്പം നമ്മുടെ ഇപ്പോൾ ഒത്തിരി നേഴ്സുമാരൊക്കെ ആണെങ്കിലും 12 hour ഷിഫ്റ്റാണ് നിൽക്കുന്നത്. പലർക്കും ഈ വേരിക്കോസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നാട്ടിലെ പോലെ അത്ര ഈസി ആയിട്ട് ഇവിടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നില്ല. അപ്പോൾ ഫിസിയോയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എനിക്ക് മനസ്സിലായി അതിനകത്ത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പല കാര്യങ്ങളും ഉണ്ട്. തീർച്ചയായും അതിൽ നമ്മൾ ഇപ്പം അതുകൊണ്ട് മാത്രമാണ് ഇൻഷുറൻസ് കമ്പനീസ് ഇങ്ങനത്തെ കണ്ടീഷൻ ഇത് വെച്ചുകൊണ്ടാണ് ഓൾമോസ്റ്റ് എവറി ഇൻഷുറൻസ് പ്ലാൻ കവേഴ്സ് കംപ്രഷൻ സ്റ്റോക്കിങ്സ് ആൻഡ് ഓർത്തോട്ടിക്സ്. ഓക്കെ, കാരണം ഏതൊരു വർക്കിലും കൂടുതൽ സിറ്റിങ്ങോ സ്റ്റാൻഡിങ്ങോ വരുമ്പോൾ ഇറ്റ് ലീഡ്സ് ഈ കണ്ടീഷനിലേക്ക് വരുന്നതാണ്. അതായത് വെരിക്കോസ് വെയിൻ, സ്പൈഡർ വെയിൻ, പ്ലാന്റാർ ഫസൈറ്റിസ്, അതായത് കാലിൻ്റെ അടിയിലുള്ള വേദന, കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ്. ഈ കാനഡയിൽ വന്നു കഴിയുമ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ എനിക്കറിയുന്ന പല ആൾക്കാരും ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് ഇതിലേക്ക് വന്നവരുണ്ട്, ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്. എന്തായിരിക്കും ഈസി ആയിട്ട് ഇതിലേക്കൊന്ന് കടന്നു വരാൻ എന്തെങ്കിലും സ്റ്റെപ്പുകളൊക്കെ ഉണ്ടോ? അതോ പഠിക്കാൻ പോകണോ? ഇവിടെ എങ്ങനെയാണത്? സോ അൺഫോർച്ചുനേറ്റ്ലി ദർ ഇസ് നോ ഷോർട്ട് കട്ട്. കാരണം ഇന്റർനാഷണൽ പ്രൊഫഷണൽസിനെ ഇവിടെ വന്ന് ക്രെഡൻഷ്യൽ ദേ നീഡ് ടു ഗോ ത്രൂ ദ ക്രെഡൻഷ്യലിംഗ് പ്രോസസ് എനിവേസ്. സോ അഗെയിൻ പ്രോസ് ആൻഡ് കോൺസ് ഇൻ ദിസ്. സോ ഗവൺമെന്റ് ഈസ് സ്റ്റിൽ സ്ട്രഗ്ലിംഗ് വിത്ത് ഇറ്റ്, fighting for it, so far there is no shortcut. They need to go through the credentialing process. They need to give the test, practical as well as the written test. Then only they will be licensed to work in the country. That's how it is. ഓക്കെ, ഇതിനൊത്തിരി ലോങ് ടൈം പ്രോസസ്സിങ് ഉണ്ടോ? ഫാസ്റ്റായിട്ട് നടക്കുവാണെങ്കിൽ എത്ര സമയം എടുക്കുമായിരിക്കും നോർമലായിട്ട്? സോ ജനറലി ഇവിടെ പ്രൊഫഷണൽസ് വരുമ്പോൾ they are getting it all done from the country where they are coming from. If you are coming here to Canada or North America and if you are thinking like it's easy to get it done, after coming here it's not going to be that easy. When you are landing here with all the documentation and everything, yes,
within 6 months or depending on the preparation and your interest also, right? Okay. You need to clear the exams. ഇപ്പം ഇവിടെ ഭായിയുടെ അടുത്ത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു ക്ലിനിക്ക് തുടങ്ങിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ജോലി അന്വേഷിച്ച് വരുന്നതാണ്. ഇവരോട് ഇതിൽ നല്ലൊരു ടീമിനെയാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ വരുന്ന ആൾക്കാരെ എങ്ങനെയാണ് നല്ലതാണെന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? എനിക്കറിയാം ഒരുപാട് ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, വരുമല്ലോ. കാരണം ഒരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ ആൾക്കാർ അന്വേഷിച്ച് നടക്കുവാണ് ജോലി എങ്ങനെയാണെന്ന്. ഇതിലിപ്പോൾ പറയുമ്പോൾ പറയാറുണ്ടല്ലോ പഴഞ്ചൊല്ല്, എക്സ്പീരിയൻസ് മേക്സ് മെൻ പെർഫെക്റ്റ് എന്ന് പറഞ്ഞ പോലെ. ഐ മീൻ ടു ദ പ്രൊഫഷൻ ഫോർ നോ ഓൾമോസ്റ്റ് 30 years. Number one. So recruiting people into other professional, so I always consult my team. Okay, meaning it's a teamwork. തീർച്ചയായും. It's not a single-handed interview or recruitment. It's always a teamwork again. Okay. So that we get the best, so that we can deliver the best. Clients get the best. ഇനി ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യനാണ്. No problem. അതിന് കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ കുടുംബത്തിൽ ആലോചിക്കില്ല. നമ്മുടെ ഐഡിയ വന്നു കഴിയുമ്പോൾ നമ്മൾ ബിസിനസ്സിലുപരി ഇതെൻ്റെ ഒരു പാഷൻ കൂടിയാണ്. സോ എൻ്റെ വൈഫ് ഒരു നേഴ്സാണ്. ഷീസ് നോട്ട് ഇൻ പാരാമെഡിക്കൽ സർവീസസ് എന്ന് പറയാൻ പറ്റില്ല. ഷീസ് എ നേഴ്സ്, ഷീസ് എ ക്രിട്ടിക്കൽ കെയർ നേഴ്സ്. സ്കാർബ്രോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഫാമിലി സപ്പോർട്ട് അങ്ങേയറ്റമുണ്ട് ഇക്കാര്യത്തിൽ. കാരണം അവർക്കും അറിയാം ഇതെൻ്റെ പാഷനാണെന്നുള്ളത്. സോ വെൻ യു ആർ ഇൻ ദ പ്രൊഫഷൻ, വെൻ യു ആർ പാഷനേറ്റ് അബൌട്ട് ഇറ്റ്, യു ക്യാൻ ഡെലിവർ ദ ബെസ്റ്റ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ 7 days ഓപ്പൺ ആണോ? In Georgetown, it is 7 days open for now, and we are planning to do the same over here also. Why? Because the people, there are a good percentage of the people, അവരെ വീക്കെൻഡ്സ് പ്രിഫർ ചെയ്യുന്നവരാണ്. ഓക്കെ. മീനിങ് ചിലവരിപ്പോൾ ലൈക്ക് കുറച്ച് ഓൾഡായ ആൾക്കാരെല്ലാം ദേ ആർ അവൈലബിൾ ത്രൂ ഔട്ട് ദ ഡേ ഓൾസോ. സോ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം ഫോർ ദം. സോ വി ആർ പ്ലാനിങ് ടു ഓപ്പൺ ഹിയർ ഓൾസോ ഡ്യൂറിങ് ദ വീക്കെൻഡ്, ഫോക്കസിങ് ദ വർക്കിംഗ് ക്ലാസ് പീപ്പിൾ, സോ ദാറ്റ് they will be more comfortable during the weekends to come in. ഓക്കെ. എങ്ങനെ ഈ രണ്ട് പ്രസ്ഥാനം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നു? As I said, it's again അതിന്റെ ആൻസർ പറഞ്ഞ പോലെ ടീം വർക്കാണ്. നമുക്ക് മീൻസ് വി ഹാവ് പീപ്പിൾ ഹാൻഡ്ലിങ് ഇറ്റ്, സോ ദേ മേക്ക് ഷുവർ ദാറ്റ് ഐ ഡോണ്ട് ഗെറ്റ് ദാറ്റ് മച്ച് ഓഫ് പ്രഷർ. സോ ദാറ്റ് അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഈ 7 ദിവസവും അവിടെ ഓപ്പൺ ആണ്, ബ്രാഹ്മണനിലും 6 days അല്ലേ ഓപ്പൺ? ബ്രാഹ്മണനിൽ ഇപ്പോൾ 5 days. ഓക്കെ. ഈ ഫാമിലി ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് എങ്ങനെ പോകും? അവരുടെയൊക്കെ കാര്യങ്ങൾ ഓടിയെടുത്താൻ പറ്റുന്നുണ്ടോ? It's okay. As readily mentioned, what my brother Baljit mentioned, why people are going to you alone. So I'm thought of making a clone, right? But it's not possible anyways. So I'm splitting my hours in between. Fridays I'm taking off on Fridays. So as this is a new business, I'm here for 2 days and planning to expand. I mean, give more hours in the weekends. So maybe it's alternating weekend or alternate days during the weekends. So yeah, jiggling around. ഫിസിയോതെറാപ്പി പഠിച്ച നാട്ടിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇവിടെ. സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവരും പലരും ഉണ്ട്. പലരും ഈ സ്ട്രഗിൾ നിറഞ്ഞ് ഇത് ഇട്ടിട്ട് പോകുന്നവരുണ്ട്. എന്താണ് അവർക്ക് കൊടുക്കാനുള്ള നിർദ്ദേശം? ആക്ച്വലി ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഇവിടെ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അവരുടെ കൺസേൺസിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവർക്ക് കിട്ടാറില്ല. തീർച്ചയായും. അതിന് പലപ്പോഴും അതിന് വരുമ്പോൾ ഒരു സ്ഥലത്തു നിന്ന് പോകുമ്പോൾ അവർ വേറെ സ്ഥലത്തോട്ട് റെഫർ ചെയ്യുന്നു. പക്ഷേ അഗെയിൻ മീൻസ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് യു ആർ ഗോയിങ് ടു എ ഡോക്ടർ ആൻഡ് ഈസ് ഗിവിങ് എൻ ആൻറ്റിബയോട്ടിക് വെൻ ഇറ്റ് ഈസ് നോട്ട് ഫിറ്റിംഗ് യുവർ suitable for your condition. They will be changing the medication again. So it's almost like when you are going to different people, every time assessment and then formulating the treatment, and people means they are not that comfortable also, number one. Number two, it's all cost effective. Money is involved in it. So people, they do have a very limited coverage, which they like to space it out throughout the year. ഇപ്പോൾ അവിടെ വരുമ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഞാനായാലും എൻ്റെ ടീമായാലും വി ആർ വെരി പാഷനേറ്റ് അബൌട്ട് അവർ പ്രൊഫഷൻ ആൻഡ് ഓൾമോസ്റ്റ് എല്ലാ സർവീസുകളും ഇതിൽ നമ്മുടെ ക്ലിനിക്ക് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് വെരി ഈസി ആൻഡ് ജെൻറ്റൽ ഇതായിട്ട് നമുക്കിത് വരാം. ഐ മീൻ ഇപ്പോൾ ഓക്കെ ഈ കൺസേൺ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ വേറെ എക്സ്പേർട്ടിനെ കൊണ്ടാണ് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഓൾവേസ് റെഫർ ദം ടു ദ കൺസേൺഡ് എക്സ്പേർട്ട്.
ആൻഡ് ഇറ്റ്സ് ഓൾ റെഡി അറ്റ് ദ സ്പോട്ട്. അങ്ങനെയാണ് അതിന് വരുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഇപ്പം പെട്ടെന്ന് സമയത്ത് ചിലപ്പം പേഷ്യൻസ് ഇന്ന് എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറയും. അതുപോലെ ചിലപ്പം ഇവിടെ പേഷ്യൻ്റ് വന്നു കഴിയുമ്പം ചിലപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റിന് വരാൻ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും വരാൻ പറ്റാതെ വന്ന് അങ്ങനെ ഒരു ടെൻഷൻ ശരിക്കും അനുഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായും. എങ്ങനെ മാനേജ് ചെയ്തത്? ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. കാരണം ഷോർട്ട് നോട്ടീസിൽ പലപ്പോഴും ചിലപ്പോൾ വെതർ ആയിരിക്കാം, അല്ലെങ്കിൽ സിക്നസ്. വി ഓൾ ആർ ഹ്യൂമൻസ്. അപ്പോൾ അത് സംഭവിക്കാം. സോ വി ട്രൈ ആൻഡ് മാനേജ് ഇറ്റ്. if you are known to, I mean, you know, means ചിലപ്പോൾ നമുക്ക് മുന്നേ അറിവും കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ we are informing the clients or the providers well in advance so that, you know, meaning അവിടെ ഒരു കൺഫ്യൂഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യാം. പക്ഷേ അഗെയിൻ ഓക്കെ, അതുപോലെ എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് നിങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പം ഇപ്പോൾ ഒരു നമ്മുടെ പെയിൻ്റെ അനുസരിച്ച് ഇന്ന ഏരിയ ആണെങ്കിൽ ചൊവ്വാഴ്ച വരുവാണെങ്കിൽ അതിൻ്റെ മാത്രം സ്പെഷ്യലായുള്ളതുണ്ട്. ബുധനാഴ്ച വന്നാലും കുഴപ്പമില്ല, പക്ഷെ ഇതിന് പറ്റിയ ആളാണ്, അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് അതുകൊണ്ടായിരിക്കുമോ ഇങ്ങനെ നിങ്ങളൊരു സക്സസ്? സത്യത്തിൽ തീർച്ചയായും അതായിരിക്കും. കാരണം നമ്മൾ ജസ്റ്റ് ഒരു ക്ലയൻറ്റിനെ ഇത് ചെയ്യുന്നതിന് പകരം നമുക്ക് നമ്മുടെ കയ്യിൽ നമ്മുടെ ടീമിൽ ഒരു എക്സ്പേർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു റെഫർ ടു ദ എക്സ്പേർട്ട് സോ ദാറ്റ് ദേ ആർ ഗെറ്റിംഗ് ദ റൈറ്റ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, അതുപോലെ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ജസ്റ്റ് കയറി വന്നതാണ്. വളരെ എൻ്റെ ലൈഫിലും എൻ്റെ ക്ലിനിക്കൽ ലൈഫിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. എൻ്റെ അടുത്ത് ഏകദേശം 1 വർഷം മുന്നേ ട്രീറ്റ്മെൻറ്റിന് വന്നു. എൻ്റെ വേറൊരു സുഹൃത്ത് വഴിയാണ് വന്നത്, പുള്ളിയുടെ ബ്രദറാണ്. അന്ന് തൊട്ടിട്ട് പുള്ളിക്ക് നല്ല റിസൾട്ട്, മീൻസ് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടി. അന്ന് തൊട്ട് നല്ല ബന്ധങ്ങളാണ് ഞങ്ങൾ. ഇപ്പോൾ എൻ്റെ 2ാമത്തെ ക്ലിനിക്ക് ഓപ്പൺ ചെയ്തതിനും പുള്ളി വളരെയധികം എന്നെ സഹായിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യാനും അതേപോലെ ക്ലയൻസിനെയും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീനെ റെഫർ ചെയ്തിട്ടും, നോട്ട് ഓൺലി ഫോർ ദ ബിസിനസ്. കാരണം പുള്ളിക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പാറ്റേണും ഇഷ്ടപ്പെട്ടത് കൊണ്ടും അത് പോസിറ്റീവാണെന്ന് മനസ്സിലായത് കൊണ്ടുമാണ് ഈ റെഫറൻസുകൾ വരുന്നത് ചെയ്യുന്നത്. സോ ഞാൻ പുള്ളിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. मिस्टर बलजीत मंडल. हेलो सर, हाउ आर यू? Good, sir. सर बुलाऊं आपको या ब्रदर? What should I call you? Brother? It's up to you. Up to you. Up to you. Thank you. My pleasure. Actually, I would like to ask you. Meaning, I met you about an year ago in my Georgetown location. Actually, one of my best friend and my also brother, he referred you there, saying, "Okay, my brother is suffering from chronic back pain, and you are there." And yeah, after the treatment, immediately you said you felt much relief, and from there our relation grew, and yeah, and telephonic conversation, and you started referring your friends and families to me only because of that positive result whatever you faced. And when we started the clinic here, I contacted you first saying, "Sir, means I'm looking forward for your extensive help," and yeah, without saying any word, "Okay, you go ahead, brother, I am there for you." And yes, right from that moment until now, and it's your ongoing support, and you only organize for our grand opening, inviting the senior community leaders, MPs, MPPs, and Honorable Mayor. You only manage that for me. It would have been very difficult for me to do, otherwise it would have been taken time. Also, that, very fiery weather on that day, but still you could manage to get all those senior community leaders for our grand opening. Thank you. Looking forward to hear from you, sir. Thank you, Murli. Thanks for the kind words. This is the story you just tell whoever is watching interview. It was not planned. I just came, his door was locked. I thought, why the store is locked, and then knocked. They were doing interview, and they make me a part of this interview. Let me tell whoever is watching, let me tell you my story. As he just mentioned, I experienced a lot of back pain. I asked my friend for any recommendation. They recommended me to visit your location, and I must say it was the best advice I have received so far. Although the initial location was in Georgetown, your first location, I have been faithfully visiting you ever since, and your expertise and therapeutic approach have made significant impact on my
recovery journey. And in fact, with each visit, I hope you remember, I have found my suggestion, the idea of opening a clinic in Brampton. The community would greatly benefit, and your skill, the greatly benefit your skills and the level of care you provide. And I can say thank you once again for all your help, Murli. And I look forward to continue my therapy sessions. And and again, whoever is watching this interview, I can confidently say that you guys can visit any of his location for a massage therapy session, and then you will realize, because this is maybe you thinking it's I'm sitting here, that's why I'm saying it's not that, because I think more than a year now I came as a patient, I can say. Now we are become a friend, your brother. I helped him a little bit when he opened it, because I suggest him to open location in Brampton. When he opened, he did his part. I have to help him, because he opened, because whenever I visiting Georgetown, I ask him to open location, because this is close to my house. It's not only because it's close to my house, and it is fortunate he found a location in this area. And this is very beautiful area and very busy area. And as I hope he already mentioned his hour and days he opened. But I'm just it's if you can visit any of the location, then you will feel the difference. Thank you, Murli, to having me in this interview. Thank you, my pleasure. ഇപ്പം ഈ സർട്ടിഫിക്കറ്റ് വാലിഡേഷൻ്റെ ഒക്കെ കാലാവധി കൊണ്ടാണല്ലോ ശരിക്കും ആൾക്കാർ മാറിപ്പോകുന്നത്. അതാണല്ലോ നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ. എനിക്ക് അതിലൊരു സന്തോഷം നൽകിയൊരു കാര്യം, കേരള ലോകസഭയിൽ നമ്മുടെ ലതാജി എന്ന് പറയുമ്പോൾ മേനോൻ ലോയിലെ മെയിൻ ലോയറാണ്. ലതാജി അവിടെ ഊന്നിപ്പറഞ്ഞൊരു കാര്യം, ഗവൺമെൻറ് അതിനുള്ള കാര്യങ്ങൾ ഇവിടെ വന്ന് നമ്മൾ ഇങ്ങനെ നടക്കുവാണ്, നമുക്ക് പ്രൊഫഷൻ ഉപേക്ഷിച്ച് നമ്മൾ പോകേണ്ട അവസ്ഥയാണ്, അതൊക്കെ ഈസിയാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. എന്താണ് മുരളിഭായിക്ക് അതിനോട് തോന്നുന്നത്? അത് നല്ല കാര്യമാണോ? തീർച്ചയായും. കാരണം മീൻസ് ബാരിസ്റ്റർ സോളിസിറ്റർ ലതാജി എനിക്കറിയാം, വളരെ ആക്റ്റീവാണ്. അല്ല, എനിക്കും അറിയാം, അതുകൊണ്ടാണ് ഞാൻ അതെ. അപ്പോൾ വളരെ സോഷ്യലി വളരെ ആക്റ്റീവാണ്. ഇപ്പോൾ ലോ കേരള സഭയിൽ മാഡം ഇതേപോലെ ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഐ മീൻ ഇങ്ങനത്തെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും ഇന്റർനാഷണൽ ഗ്രാജുവേറ്റ്സിനും ഇന്റർനാഷണൽ പ്രൊഫഷണൽസിനുണ്ട് ഈ ലൈസൻസിങ്, അതുപോലെ PR ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും വേണ്ടി അതിൻ്റെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി അത് മാഡം ചെയ്ത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇതിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഓർത്തോണ്ടാണ് കാര്യം, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വരേണ്ട ആവശ്യമില്ല. പക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ, കാരണം നമ്മളും എല്ലാവരോടും പറഞ്ഞത് അതിനെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഒരു പെറ്റീഷൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പെറ്റീഷൻസ് വിൽ ഗോ നോ ഐ തിങ്ക് കാരണം കൂടുതൽ ആൾക്കാർ അതുമായിട്ട് മുന്നോട്ട് വരും. അതൊരു ഇനീഷ്യേറ്റീവ് ആയി മാഡം ചെയ്തത്. തീർച്ചയായും കാരണം ഒരു ചർച്ചാ വിഷയമായി. തീർച്ചയായും. അതുപോലെ മുരളിഭായ് ഒത്തിരി വാല്യുബിളായിട്ടുള്ള ടൈമിലാണ് നിങ്ങൾ മലയാളത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ തന്ന്, ഒപ്പം പ്രതീക്ഷിക്കാതെ ഒരു ബായെ നമുക്ക് ഇതിനകത്തൊരു ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പറ്റി. അതൊരു വലിയൊരു കാര്യമായി. കാരണം എനിക്കും അറിയാം, നമ്മളിപ്പോൾ പലതവണ വെച്ച് കണ്ടിട്ടുണ്ട്. കാരണം നമ്മൾ എപ്പോഴും മലയാളികൾ ചിന്തിക്കുന്നൊരു കാര്യം, മലയാളിയായിരിക്കും എപ്പോഴും മലയാളിയെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതുപോലെ ഒരാളെ സപ്പോർട്ടിന് കിട്ടിയത് നിങ്ങളുടെ അനുഗ്രഹം. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ പറ്റി. ഇപ്പോൾ പലതവണ നമ്മളിവിടെ വരുമ്പോഴും കാണുന്നുണ്ട്. എങ്ങനെയായാലും ഇതത് പ്ലാനിങ് അല്ലെങ്കിൽ പോലും പുള്ളി ജസ്റ്റ് ചാടി നിങ്ങളെ കാണാൻ വരികയും നമുക്ക് വിളിച്ചിരുത്തി ഇവിടെ സംസാരിക്കാനും പറ്റി. എന്തായാലും ഒത്തിരി നന്ദിയുണ്ട് നമ്മുടെ പ്രേക്ഷകരോടും. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ, അതും ഒന്നല്ല 2 പ്രസ്ഥാനം നടത്തുന്ന ഒരാളെ ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയത് വലിയ കാര്യം. അപ്പം ബൈ, നന്ദി.
വെൽ നമ്മൾ ഓർക്കാപ്പുറത്തെ അതിഥി എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഓർക്കാപ്പുറത്തെ VIP അതെ അതുപോലെ ആയിരുന്നു ഇന്നത്തെ ഇൻസിഡൻറ്റ്. പുള്ളി കാരണം ജനറലി ഫോണൊക്കെ വിളിച്ചിട്ടേ പുള്ളി വരാറുള്ളൂ, പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയി വന്ന് മേ ബി ഇറ്റ് ഷോസ് ദ ബ്ലെസ്സിങ് ഓഫ് ദ ഗോഡ്. ആൻഡ് ഓൾസോ ഇത്രമാത്രം സമയം, ഇത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള സമയം എനിക്കും എൻ്റെ ക്ലയൻസിന് മറ്റേ കമ്മ്യൂണിറ്റിക്കും വേണ്ടി, സൊസൈറ്റിക്കും വേണ്ടി അവരെ മനസ്സിലാക്കാനും നമ്മുടെ സർവീസുകളും നമ്മുടെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളും എല്ലാതും സൊസൈറ്റിയിലോട്ട് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഈ ഹെൽപ്പിനും സോ ഇത്ര സമയം തന്ന് വളരെ ഡീറ്റെയിൽ ആയ ഇൻ്റർവ്യൂ അഷ്വർ ഗ്രൂപ്പിന്, അഷ്വർ ഹെൽത്ത് ആൻഡ് റീഹാബിനും അഷ്വർ വേദിക്കും വേണ്ടി തന്ന് മലയാളം TV ടീമിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഓക്കെ, താങ്ക് യു. Chiropractic and physiotherapy assessment, basically assessment cum treatment. This is a gym for the patients, for the education and the self-contained exercises and person. This is the electrotherapy room for the physio clients. So, under room. As I said, the gym over here. So the reflexologist, we have time there. So this is the duty session for the therapists who are restricted. They can monitor the clients, video sessions, with their relatives. With more than 25 years of experience in dentistry, St. Joseph Dental Clinic. Well-experienced staff. New patients are welcome. All insurance adaptable. 2550 Victoria Park Avenue, North York, intersection, Victoria Park Avenue and Shepherd Avenue East. St. Joseph Dental Clinic. St. Joseph Dental Clinic. നോളജും എക്സ്പീരിയൻസും ഒന്നു ചേരുമ്പോൾ അത് ഒരു വിശ്വസ്ത സ്ഥാപനമായി മാറും. 100% വിശ്വസിക്കാം. ഓക്കേറിയാൻ ഓട്ടോമോട്ടീവ്സ്. നാട്ടിലെ രുചി തേടി നമുക്ക് മറ്റെങ്ങും അലയണ്ട. നമുക്ക് റോയൽ കേരള ഉണ്ടല്ലോ. റോയൽ കേരള ഫുഡ്, കാനഡയിലെ കേരളം, 1840 എൽസ്മേർ റോഡ്, സ്കാർബ്രോ.
ഏറ്റവും പുതിയ മലയാളം, തമിഴ്, ഹിന്ദി ചിത്രങ്ങളുടെ ട്രailer കോർത്തിണക്കിയ ഇന്നത്തെ ട്രailer ഷോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തിങ്കളാഴ്ച നിശ്ചയം എന്ന ശ്രദ്ധേയ ചിത്രത്തിന് ശേഷം സുനിൽ സൂര്യയെ കേന്ദ്ര കഥാപാത്രമാക്കി സിബി പടിയറ രചനയും സംവിധാനവും